ഹായ് എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലാട്ടോ. രാജസ്ഥാനിൽ ഇന്ന് നമ്മൾ മധ്യപ്രദേശ് എത്തും. മധ്യപ്രദേശ് എവിടെ എത്താമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൈവേയുടെ അടുത്താണുള്ളത് കേട്ടോ. ഇന്നലെ രാത്രി ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇന്നലെ കടന്നത് ഈ പമ്പിൽ ചോദിച്ചിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ കിടക്കാനാണ് സംഭവിച്ചത്. ഒരു നാഷണൽ ഹൈവേ ഉണ്ടില്ലേ, ഇന്നലെ ഇങ്ങോട്ട് വണ്ടി പോകണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളെ വിട്ടു. നമ്മൾ കേരളത്തേക്കാണെന്നൊക്കെ പറഞ്ഞ് അജുമാലും പിടിച്ചപ്പോൾ പോലീസുകാരൻ പറഞ്ഞയച്ചു. എന്ന് പറഞ്ഞത് ഈ റൂമിലാണ് കേട്ടോ. ഉണ്ടോ, ഒരു ഹോട്ടലാണ്, പണിക്ക് വരുന്ന ഒരു ഹോട്ടലാണ്. ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു. അവിടെ നമ്മളെ ടെൻറ്റിൻ്റെ പുറത്തിടുന്ന വിരി ആണ് വെച്ചു. അത് ഫുള്ള് പൊടിയാണ്. പിന്നെ ഫാനിടേണ്ട ആവശ്യമില്ല, ഭയങ്കര തണുപ്പാണ്. ലൈറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ കണ്ണാടി ഉണ്ട്. കണ്ണാടിയൊക്കെ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോണത് എങ്ങോട്ടാണെന്ന് അറിയാം, മധ്യപ്രദേശിൽ നമ്മൾ അന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ നമുക്കൊരു പള്ളിയിൽ കുറച്ച് ആൾക്കാർ എന്താ പറയുക കടക്കാനൊക്കെ സ്ഥലം ഒന്നുണ്ടായിരുന്നു. ഒരു മദ്രസയിൽ. നിങ്ങൾക്ക് അറിയില്ല, ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. കണ്ടില്ലെങ്കിൽ മേലെ ഐ കാർഡ് കൊടുക്കുന്നുണ്ട്, അതിൽ കയറിയിട്ട് അത് കാണണം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയറി കാണാം. ആ പള്ളിയിലുള്ള കുറച്ച് ചെക്കന്മാരും മൂല്യമാരല്ല ചെക്കന്മാർ കൂടി കുറേ കുട്ടികളൊക്കെ കൂടി നമുക്ക് അന്ന് അവിടെ കിടന്നുറങ്ങാൻ സെറ്റപ്പ് ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പോൾ അവരെന്തായാലും തിരിച്ചു വരുമ്പോൾ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്ത വാക്ക് നമ്മളെന്തായാലും പാലിക്കണമല്ലോ. അപ്പോൾ അങ്ങോട്ട് നമ്മളിന്ന് പോകണം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് ഗായ്സ്. നമ്മളങ്ങനെ പോണ വഴിക്കുണ്ടല്ലോ, നമ്മളെ മീറ്റർ ഉണ്ടല്ലോ, വണ്ടീൻ്റെ മീറ്റർ കണ്ടെങ്കിൽ 26,999 കിലോമീറ്റർ ഓടിട്ടോ. എന്ന് മുതൽ ഇത് നമ്മളെ പഴയ കണക്ക് നമ്മളെടുത്തുണ്ട്. 21,340 നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള കിലോമീറ്ററിൻ്റെ കണക്ക് കേട്ടോ. 21,340. ഇപ്പോൾ ഇത്ര മൊത്തം നമ്മൾ ഓടിയത് 5,660 കിലോമീറ്റർ ഓടിയിട്ടോ. നമ്മൾ ആകെ 3,000 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ ശരിക്കും. 3,000 കിലോമീറ്റർ അതായത് കാശ്മീർക്ക് നമ്മളെ നാട്ടിൽ നിന്ന്. ഇപ്പോൾ അതിൻ്റെ മേലൊക്കെ ഇഷ്ടം പോലെ ഓടിയിട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് ഓയിൽ മാറ്റാനൊക്കെ ടൈം ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ 26,999 കിലോമീറ്റർ ആണ്. ഇതിപ്പോൾ 27,000 ആക്കാൻ പോകാണ്ട് നമ്മൾ കണ്ടോളി ഗായ്സ്. ഇതിനുള്ളിൽ ആകെ മറ്റേ മഞ്ഞ് വീണ് വെള്ളമൊക്കെ ഉള്ളിൽ കയറി കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മാറുന്നതാണ്. ഒരു 100 മീറ്റർ കൂടെ പോയാൽ മതി. ഓ ഗായ്സ്, ഇതാ മാറിക്കൊണ്ടിരിക്കുന്നു. യാ കുലാവി, യാ മോനതേ മാറാൻ പോവാണ് കേട്ടോ. മാറി കൊണ്ടു ഇരിക്കുന്നു. നിങ്ങളിത് കാണുക. 27,000 കിലോമീറ്ററും കടന്ന് 100 മീറ്റർ ഓടിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. 27,000. അപ്പോൾ നമ്മളിപ്പോൾ 5,460 അല്ലേ, 5,660 കിലോമീറ്റർ ഓടിയിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്നവരെ പ്ലേലിനുണ്ട് ഗായ്സ്. നമ്മളങ്ങനെ ഓയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓയിൽ പക്കയായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ചും കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അറിയില്ല, ഉണ്ട്, കുറച്ചുണ്ട്, പറ്റ ബ്ലാക്ക് ആയിട്ടില്ല. പുതിയ ഓയിലിന് 270 കേട്ടോ. 270 ഗായ്സ്. ഇതെന്ത് പരസ്യമെന്ന് കണ്ടോ നിങ്ങൾ? എന്താ വെച്ചാ വിമൽ പറഞ്ഞിട്ടുള്ള സാധനത്തിൻ്റെ പരസ്യമാണ് കേട്ടോ. ആരെ പരസ്യം കൊടുക്കണം അറിയാം? ഷാറൂഖ് ഖാൻ. ഇവൻ്റെ പേരെന്താ? ദിവസം രണ്ട് കാമാരുണ്ട് കേട്ടോ അവിടെ. വിമലിൻ്റെ പരസ്യമാണ്. അതായത് നമ്മളിതാണ് തൊള്ളയിൽ ഇടുന്ന മുട്ടായി പോലെ സംഭവമാണ്, പക്ഷേ തല കറങ്ങും. അതായത് ലഹരി വസ്തുവാണ്. അത് പരസ്യം ചെയ്യണത് ഷാറൂഖ് ഖാനും വലിയ വലിയ നടന്മാരാട്ടോ. വളരെ മോശം ഒരു ഇതാണ് ഇതൊക്കെ. അതായത് ആൾക്കാരെ വീണ്ടും ലഹരിക്ക് അടിമപ്പെടുത്തുന്ന ഒരു മോശം പ്രവണതയാണ് ഇതൊക്കെ. അവർക്ക് നല്ല പൈസ കിട്ടും, അതുകൊണ്ടായിരിക്കാം. നമ്മളെ നാട്ടിൽ മറ്റേ ലാലുണ്ടല്ലോ, മറ്റേ റമ്മിൻ്റെ പരസ്യം കൊടുത്തില്ല, അതേമാതിരി
അപ്പോൾ നാഷണൽ ഹൈവേ കൂടെ തന്നെ പോവാണ്. സമയം ഇപ്പം 10-12 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് കേട്ടോ. കാരണം ഫുൾ കോടയാണ്. വണ്ടി ഓടിക്കുമ്പോൾ കോട മനസ്സിലാവുള്ളൂ. നിന്ന സ്ഥലത്ത് നിന്ന് കോട കാണില്ല. അങ്ങനെ തലക്കിലൊക്കെ നോക്കിയാൽ കാണാനത് കുറഞ്ഞ ഭാഗങ്ങളെ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കാണുന്നില്ല. റോട്ടിൽ അതേ അവസ്ഥ തന്നെയാണ്. എല്ലാവരും ഫോർത്ത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നടക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വർക്ക്ഷോപ്പിലുള്ളത്. ഇവിടെ ഓയിൽ പാരാൻ ഇവൻ്റെ അടുത്തൊരു അണ്ടിയില്ല. എന്നിട്ട് പോകാൻ കാട്ടി കൂട്ടുന്ന വണ്ടിയില്ലേ, മറ്റേ ഹോസ്പിറ്റലിലുള്ള നമ്മളെ ഗ്ലൂക്കോസിൻ്റെ കുപ്പി മുറിച്ചിട്ട് അതിക്കൂടെയൊക്കെയാണ് ഓയിൽ പാരുന്നത്. എന്തൊരു കഷ്ടപ്പാടാണോ ദാരിദ്ര്യം. നമ്മൾ ഒഴിക്കുന്ന ഓയിൽ 40+ ആയിട്ടുള്ള ഓയിലാണ് കേട്ടോ. 900 മില്ലി ഉണ്ട്. ചിലത് നമ്മുടെ നാട്ടിൽ 800 മില്ലി ഉണ്ടായാലുള്ളൂ. പിന്നെ ഏതോ ചാത്തൻ ബ്രാൻഡാണ്, എക്സ്ട്രാ പ്രീമിയം 40+. നമ്മൾ അവിടുന്ന് പോയെന്നും വാറുന്നത് നല്ലൊരു സാധനമാണ്. പഞ്ചാമത് വാറുന്നപ്പോൾ അത്യാവശ്യം ഒരു 300 റുപ്യേൻ്റെ ലെവലിൽ ഉണ്ടായിരുന്നു. 300-1 റുപ്യ എങ്ങനെ ഉണ്ടായിരുന്നു, കറക്റ്റ് ഓർമ്മല്ല. 900 മില്ലി ഉണ്ട് കേട്ടോ. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഒരു പള്ളിയിലാണ് കേട്ടോ. പള്ളിയിൽ അണ്ടർഗ്രൗണ്ടിലാണ്. നമ്മളിതിൻ്റെ മേലെ പള്ളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു റൂമൊക്കെ തന്നിട്ടുണ്ട് പള്ളിയിലെ മൊലിയേര്. പിന്നെ ഇവിടെ അജ്മീർക്ക് നടന്നു പോകുന്ന ടീംസൊക്കെ ഉണ്ട് കേട്ടോ. അജ്മീർക്ക് നടന്നു പോകുന്ന ടീംസിൻ്റെ വക ഇന്ന് രാത്രി അവിടെ ഒരു റൂമിൽ അവർ ഫുഡ് കഴിക്കുന്ന നേരത്തെ ഇവിടുത്തെ പള്ളിയിലത്തെ മൂല്യന്മാർ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ഫുഡൊക്കെ കഴിപ്പിച്ചു കേട്ടോ. ഫുഡ് ക്യാമറ എടുക്കാൻ പറ്റില്ല. അവിടെ കുറേ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് ചപ്പാത്തി, പിന്നെ കോഴിക്കറി ആയിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നവർ ആദ്യമായിട്ടാണ് കോഴിക്കറി കഴിക്കണത് അല്ലേ? എന്താണ് കോഴിക്കറിൻ്റെ ഒരു അവസ്ഥ? നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിലെ സെയിം ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമ്മൾ ആദ്യം അവിടെ കുറച്ച് ഈ പള്ളിയിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ റൂമൊന്നും തേച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യുന്ന ഹിന്ദിക്കാരുണ്ട് അവിടെ. ഓലപ്പം കിടക്കാനാണ് പറഞ്ഞിരുന്നത്. അത് പറഞ്ഞപ്പോൾ തീരെ പറ്റില്ല. നമുക്ക് പോകാനുള്ള പരിപാടി ആയിരുന്നു. പിന്നെ മൂലയാർ നമ്മൾ ആ മുഖത്തുള്ള വാട്ടം കണ്ടപ്പോൾ എന്താക്കി, ഈ റൂം എടുത്തോളി പറഞ്ഞത്. പള്ളിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യം ഉണ്ട്, പക്ഷേ അടുപ്പിച്ചില്ല കേട്ടോ. പള്ളി എന്ന് വെച്ചാൽ വലിയ പള്ളിയാണ്. ഇവിടെ നല്ല മുസ്ലിംസൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ എപ്പോഴും പള്ളിക്ക് ആൾക്കാർ വരുന്ന കാരണം. അപ്പോൾ ഇനി അത് ചോദ്യം പറിച്ചിൽ ഉത്തരം പറയാൻ നേരം ഉണ്ടാവുള്ളൂ. ആ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ നന്ദിയില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നധികം വീഡിയോസൊക്കെ ചെറിയ വീഡിയോ ആയിക്കാരം കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. റോട്ടിൽ ഫുള്ള് നാഷണൽ ഹൈവേ കൂടെ കത്തിച്ച് ഇങ്ങനെ പോരുകയും കേട്ടോ. അപ്പോൾ നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. നമ്മളിന്ന് മധ്യപ്രദേശിൽ മറ്റേ തിക്കിരി എന്ന സ്ഥലത്താണ് നമ്മളെ പണ്ട് നമ്മൾ പോന്നപ്പോൾ താമസിച്ച ഒരു ടീമുള്ള നല്ല കമ്പനിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവരെ ബൈക്കിൽ നമ്മൾ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതിൻ്റെ മേലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ടീംസിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണത്, അത് നമ്മളിന്ന് രാവിലെ ഇറങ്ങിയോടുന്ന് 542 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു പകുതി വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി പകുതി കൂടിയും പോകാണ്ട്. അപ്പോൾ നാളെ അവരുടെ അടുത്തേക്ക് പോകാം. നാളെ രാത്രി നമുക്ക് അവരെ കാണാം കേട്ടോ. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.